ഹലോ ഗൈസ്, ഹോം സ്ട്രീറ്റ് വ്ളോഗറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്തെന്ന് പറഞ്ഞാൽ 39-20 വണ്ടിയുടെ ടെസ്റ്റ് പെൻഡിങ് ആയി. അപ്പോൾ ഈ മാസം വണ്ടിയുടെ ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ്, അതിന് മുമ്പായിട്ട് ഈ കാരിയർ ഒന്ന് കട്ട് ചെയ്ത് മാറണം. വണ്ടി പാച്ച് വർക്കിന് കൊണ്ടുപോകണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടെ വെച്ച് ഈ കാരിയർ ഒന്ന് കട്ട് ചെയ്ത് മാറണം. ഫ്രണ്ടിലെ വിഞ്ച് ഇളക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി പാച്ച് വർക്കിന് കൊണ്ടുവന്ന് ഇടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പാച്ച് വർക്ക് ഇത്തിരി നല്ല പാച്ച് വർക്ക് ഉണ്ട്. ബാക്കിലെ ഷീറ്റൊക്കെ മാറണം. അതൊക്കെ അത്രയും പോയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വിഞ്ചൊന്ന് ഇളക്കാം ഗൈസ്. ഗൈസ്, റോപ്പൊക്കെ അത്രയും പൊട്ടിയിരിക്കുകയാണ്. ഇതൊക്കെ പിറത്തുകൊണ്ട് നല്ല ഡാമേജ് സംഭവിക്കും. അത്രയും പൊട്ടിയിരിക്കുകയാണ് റോപ്പ്. ദൂരോട്ട് അങ്ങനെ ദൂരോട്ട് എടുക്കടാ. ഗൈസ്, ഈ വിഞ്ച് 4 നെട്ടും ബോൾട്ടിലാണ് പിടിപ്പിച്ചിരിക്കുന്നത്. അതാ ഈ പ്ലേറ്റിലാണ് പിടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിഭാഗത്തായിട്ട് ആ 4 നെട്ട് നമുക്ക് ഊരിയെടുക്കാം. ഇതുപോലത്തെ 4 നെട്ടും ബോൾട്ടിനാണ് ഈ വിഞ്ച് പിടിപ്പിച്ചേക്കണത്. ഈ 4 നെട്ടും ബോൾട്ടിനാണ് ഇത്രയും ടെണ്ണ് കിടന്ന് ഈ സാധനം പിടിക്കണത്. ഇതെങ്ങനെ പൊട്ടിയാൽ തീർന്ന്. ഗൈസ്, വണ്ടിയുടെ ഫ്രണ്ട് ബമ്പർ ഇളക്കാൻ മാത്രമേ വിഞ്ച് ഇളക്കാൻ പറ്റുള്ളൂ. ബമ്പർ അത്രയും ഇടിച്ച് ഞണങ്ങിയിരിക്കുകയാണ്. അപ്പം നെട്ടിന്റെ സ്ഥലത്ത് ബമ്പർ മടങ്ങി കയറിയിരിക്കുകയാണ്. അപ്പം എന്തായാലും നമുക്ക് ബമ്പർ ആദ്യം ഇളക്കാം. ബമ്പർ ഇളക്കിയതിന് ശേഷം വിഞ്ച് ഇളക്കാം. എന്നാലേ വിഞ്ച് ഇളക്കാൻ പറ്റുള്ളൂ. ഗൈസ്, ഇതാണ് ബമ്പറിന്റെ അവസ്ഥ. ബമ്പർ അത്ര ഇടിച്ച് ഞണങ്ങി മൊത്തം പോയി. ഇനി ഇതൊക്കെ തട്ടി തൂത്തെടുക്കണം ഗൈസ്.
ആ ഫ്രണ്ടിലെ ക്ലാമ്പൊക്കെ പൊട്ടി, ഇനി അതൊക്കെ വെൽഡ് ചെയ്യണം. എന്തായാലും കുറച്ച് പാച്ച് വർക്ക് നല്ല പണിയുണ്ട്. എന്തായാലും നമുക്ക് വിഞ്ച് ബാക്കി അഴിച്ചെടുക്കാം. ഗൈസ്, വിഞ്ചിന്റെ 4 നെട്ട് ബോൾട്ട് അഴിച്ചെടുത്തായിരുന്നു. ഇനി ബാറ്ററിയുടെ വയറൊക്കെ അത്രയും എടുക്കണം. ബാറ്ററിയുടെ വയറൊക്കെ അത്രയും ഊരി എടുത്തിട്ട് നമുക്ക് വിഞ്ച് എടുക്കാം. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഗൈസ്. ഏകദേശം 19 കിലോ വരും ഈ സാധനം. നമുക്ക് അതാണ്ട് ഈ പിടിച്ചിരിക്കാനുള്ള ഈ കമ്പി ഇളക്കി എടുക്കാം ഗൈസ്. ഗൈസ്, വണ്ടിയുടെ വിഞ്ചും ആ ഫ്രണ്ട് ബമ്പർ ഇളക്കിയപ്പോൾ വണ്ടിയുടെ ഫേസ് തന്നെ അങ്ങ് മാറി കണക്കല്ലേ, വേറൊരു മോഡൽ കണക്ക് അല്ലേ ഗൈസ്. എന്തായാലും ഇനി മുകളിലത്തെ ക്യാരിയർ കൂടെ അത് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ക്യാരിയറും കൂടെ കട്ട് ചെയ്യാം ഗൈസ്. ഇങ്ങനെ കട്ട് ചെയ്യാനൊന്നും വണ്ടിയുടെ ക്യാരിയറും കട്ട് ചെയ്ത് മാറ്റി ഇനി നേരെ പാച്ച് വർക്കിനായിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസിനായിട്ട് ഈ ചാനൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കുടിക്കുക ഗൈസ്. വണ്ടിയുടെ ബാക്കി വീഡിയോകൾ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്ന് ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ഓക്കെ, ബൈ.